കൂട്ടുകാരെ, ഞാൻ ഷിബി മോസസാണേ. ഈ പക്ഷിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ഉപ്പൻ എന്നാണ് പറയുന്നത്. ചില നാട്ടിലൊക്കെ ചകോരോ എന്ന് പറയും. ചില നാട്ടിൽ ചെമ്പോത്ത് എന്നൊക്കെ പറയുക. പിന്നെ വേറെ പേരുണ്ടോയെന്ന് അറിയാമല്ല. പേര് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണേ. ഇവിടെ മിക്കവാറും രണ്ടെണ്ണത്തിനെ കാണാവേ. ആണും പെണ്ണും ആയിരിക്കും. രണ്ട് പക്ഷികളെയും കാണാം. അവരെപ്പോഴും ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന, ഒരുമിച്ചൊക്കെ ഇരുന്ന് ശബ്ദമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ മിക്കവാറും രണ്ടുപേരുടെ ശബ്ദം കേൾക്കാം. രാവിലെയും വൈകുന്നേരവും ഒക്കെ കേൾക്കാം. ഇത് ഞാൻ വെള്ളം വെച്ചിരിക്കുന്ന ആ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ വന്നതാണേ. നിങ്ങൾ ഉപ്പൻ വെള്ളം കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞാനും വല്ലപ്പോഴും ഒക്കെയാണ് കാണുന്നത് കേട്ടോ. വല്ലപ്പോഴേ കണ്ടിട്ടുള്ളതിന് ഇങ്ങനെ വെള്ളം കുടിക്കാൻ വന്നിരിക്കുന്നത്. മറ്റു പക്ഷികളൊക്കെ എപ്പോഴും വരും. ദിവസം ഒരു 2-3 പ്രാവശ്യമൊക്കെ വന്ന് വെള്ളം കുടിക്കും ചൂട് സമയത്ത്. പക്ഷേ ഉപ്പനെ മാത്രം വല്ലപ്പോഴും കാണുന്നത്. ഈ ഉപ്പനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു കുയിലും ഉണ്ട് കേട്ടോ. അതിൻ്റെ തലയിലൊരു ശിഖയും കൂടിയുണ്ട്. എന്ന് എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ ഞാനിങ്ങനെ കാണിച്ചു തരാം. വീഡിയോ കാണിച്ചു തരാവേ. അതായത് ഉപ്പൻ്റെ ചിറക് പോലെ ചെമ്പൻ കളറിലുള്ള ചിറകും ബാക്കിയൊക്കെ കറുപ്പ് കളറുമായിട്ട് ഒരു കുയിലുണ്ട്. ഈ ഉപ്പൻ കുയിൽ വർഗത്തിൽപ്പെടുന്ന പക്ഷിയാണ്. കുയിൽ വർഗത്തിൽപ്പെടുന്ന പക്ഷിയിൽ കൂട് വെക്കുന്ന ഒരു പക്ഷിയാണ്. സ്വന്തമായിട്ട് കൂട് കെട്ടി കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ എന്ന് പറഞ്ഞ ഈ പക്ഷിയെ, അല്ലെങ്കിൽ ചെമ്പോത്ത്, ചകോരം എന്നൊക്കെ പറയുന്ന ഈ പക്ഷി. അത് മിക്കവാറും അതിൽ ഒരു കുഞ്ഞേ കാണാറുള്ളൂ. ഒരു ബോൾ പോലെയുള്ള ഒരു കൂടായിരിക്കും. അതായത് കുറേ വേരുകളെല്ലാം വെച്ച് അതിൻ്റെ മേളിൽ അതൊരു മെത്ത പോലെയാക്കിയിട്ട് അതിൻ്റെ മേളിൽ ഓല, നമ്മുടെ തെങ്ങിൻ്റെ ഓലയില്ലേ, തെങ്ങിൻ്റെ ഓലയെല്ലാം കൂടെ വളച്ച് വെച്ച് ഒരു പന്തിൻ്റെ ആകൃതിയിലാക്കിയിട്ട് ഒരു വശത്തായിരിക്കും അതിൻ്റെ വാതിൽ വരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ കൂട്. വളരെ മറഞ്ഞായിരിക്കും അതിൻ്റെ കൂടിരിക്കുന്നത്. കൂടിനൊക്കെ ഒത്തിരി പ്രത്യേകതകളുണ്ട് കേട്ടോ. അത് കൂടിനകത്തൊരു വേരുണ്ട്. ആ വേര് ഇരുമ്പിനെ ഉരുക്കാൻ കഴിവുള്ള വേരാന്നൊക്കെ പറയുന്നത്. പക്ഷെ ശരിയാണോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം അങ്ങനെ ഒരു വേരുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. പണ്ടൊക്കെ കാടിൻ്റെ സൈഡിലൊക്കെ ആയിരുന്നായിരിക്കും ഈ പക്ഷികൾ കൂട് കെട്ടുന്നത്. ഗ്രാമപ്രദേശത്തൊക്കെ കൂട് കെട്ടുമായിരിക്കും. പക്ഷെ എന്നാലും കൂടുതലും കാടിൻ്റെ ഏരിയയിലൊക്കെ ആയിരുന്നായിരിക്കും കാണുന്നത്. അപ്പോൾ കാട്ടിലുള്ള വേരുകളൊക്കെ എല്ലാത്തിനും ഔഷധമൂല്യമുള്ള വേരുകളൊക്കെയാണല്ലോ. അതൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു കഥ പ്രചരിക്കാൻ കാരണം. പിന്നെ ഈ നീലക്കൊടുവേലിയുടെ വേര് ഈ പക്ഷിയുടെ കൂട്ടിലുണ്ടെന്നാണ് പറയുന്നത്. ആ വേരാണ് ഈ ഇരുമ്പിനെ ഉരുക്കുന്നതെന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആരും ചെന്ന് അതിൻ്റെ കൂടൊന്നും എടുത്ത് നോക്കരുത്. അതിൻ്റെ അകത്തൊന്നും അങ്ങനെയുള്ള വേരുകളൊന്നും കാണാൻ 90% സാധ്യതയില്ലേ. ഔഷധമൂല്യമുള്ള കൂടുകളൊക്കെ കാണുമായിരിക്കും, വേരുകളൊക്കെ കാണുമായിരിക്കും. പക്ഷേ ഇരുമ്പിനെ ഉരുക്കാൻ കഴിവുള്ള വേരൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാവേ. ഓക്കെ, ബൈ.